Welcome to Malabar College of Engineering and Technology, Deshamgaram, online classes. Today we are discussing about green building. This class is for S1 S2 mechanical and mechatronics. What is green building? You know, green building is nothing but the utilization of materials, natural materials, and reduce the wastage, etc. And utilization of recycled materials, energy efficient methods, water management. എന്താണ് ഗ്രീൻ ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഗ്രീനിൻ്റെ കളർ ആ കളറായിട്ടോ പച്ച കളറായിട്ടൊന്നും ഇതിനെ ബന്ധപ്പെടുത്തിയല്ല ഈ പറയുന്നത്. എങ്ങനെയാണ് ഈ ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റിലായിട്ട് നമ്മളിപ്പോഴും ഈ നൂറ്റാണ്ടിൽ എത്തേണ്ടി വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുരാതന കാലം തൊട്ട് തന്നെ മനുഷ്യരുള്ള കാലം തൊട്ട് തന്നെ നമ്മൾ ഈ പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. എക്സ്പ്ലോയിറ്റ് ദി നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് സാൻഡ്, വാട്ടർ, ഫുഡ്, എക്സെട്ര ആൻഡ് റോക്സ് എക്സെട്ര. ആ കാലം തൊട്ട് തന്നെ നമ്മൾ പ്രകൃതിയിലുള്ള ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് അതുകൊണ്ട് പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങൾ, ആനിമൽസ് ആൻഡ് ബേഡ്സ്, ദേ ആർ ആൾസോ ഹാവിങ് ദെയർ റൈറ്റ് ടു യൂട്ടിലൈസ്. എന്നാൽ നമ്മൾ അതിനെയൊക്കെ കടത്തി വെട്ടിയിട്ട് കിട്ടാവുന്ന അത്രയും സോഴ്സ് മൊത്തം നമ്മളെടുത്ത് ഉപയോഗിച്ചു എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ നമ്മൾ വാട്ടറും മെറ്റീരിയലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്നാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഇതിൽ ഒന്നെന്ന് പറയുന്നത് കാർബൺ എമിഷനെ കുറിച്ചാണ് പറയുന്നത്. കാർബൺ എമിഷൻ കൂടുതൽ ഉണ്ടാകുന്നതാണ്. കാർബൺ എമിഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് വേറെ മെറ്റീരിയൽ മൂന്നാമതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയോ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടറും ഇലക്ട്രിസിറ്റിയും ഹീറ്റും മറ്റ് ഏതെങ്കിലുമൊക്കെ ഒരു സോഴ്സ് അല്ലെങ്കിൽ പെട്രോളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകും, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു കാർബൺ എമിഷനാണ്. ഈ കാർബൺ എമിഷൻ കൂടുതലായുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ വാർമിങ്ങിലോട്ട് ചെല്ലും. ഗ്ലോബൽ വാർമിങ്ങിലോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിൽ ചേഞ്ച് ഉണ്ടാകുക, ചേഞ്ച് ഇൻ ക്ലൈമറ്റ്, അൺഎക്സ്പെക്റ്റഡ് റെയിൻഫോൾ, ആസിഡ് റെയിൻ, ദി ലെവൽസ് ഓഫ് സീ ലെവൽ ഇൻക്രീസ് ചെയ്യുക ആൻഡ് ആസിഡ് റെയിൻ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഓസോൺ പാളികൾക്കുണ്ടാകുന്ന ചില വിള്ളലുകൾ ഉണ്ടാകുക, അതുമൂലം ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. എന്താണ് ഈ ഗ്രീൻ ബിൽഡിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്? ഒരു ടെക്നോളജിയാണ്. Why? Because we are using nowadays green. No resources are there. മറ്റ് റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ ടെക്നോളജിയിലോട്ട് പോകുന്നത്. We are not using any other materials. We are not using any other materials. We are reducing the usage of materials, sand or any other material, wood, timber, wood. ഇതെല്ലാം നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക, റീസൈക്കിൾ ചെയ്യുക, ഉള്ള റിസോഴ്സുകളെ ശരിക്കും ഉപയോഗിക്കുക, വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതാണ് ഇപ്പോൾ ഗ്രീൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂ അപ്രോച്ച് ടു സേവ് വാട്ടർ, എനർജി ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. വെള്ളവും മെറ്റീരിയലുകളും ഈ പറഞ്ഞ മെറ്റീരിയലുകളും വാട്ടറും ഇതെല്ലാം നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദി ഇമ്പാക്ട്, ദി അഡ്വേഴ്സ് ഇമ്പാക്ട്, ഇത് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക എന്നുകൂടെയാണ് ഈ പറയുന്നത്. ആക്ച്വലി ഗ്രീൻ ബിൽഡിംഗ് ഈസ് എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷനാണ്. ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. എന്താണ് ഗ്രീൻ ബിൽഡിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഗ്രീൻ ബിൽഡിംഗ് ആകാന്ന് പറഞ്ഞാൽ, യൂസ് ലെസ് വാട്ടർ, വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഒപ്റ്റിമൈസ് എനർജി എഫിഷ്യൻസി, ഈ നമുക്കുള്ള എനർജിയിലെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതിയിലുള്ള റിസോഴ്സ് അതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുക, അതിനെ കൺസേർവ് ചെയ്യുക എന്നാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിനെ വേസ്റ്റാക്കി കളയരുത്. ആൻഡ് പ്രൊവൈഡ് ഹെൽത്തിയർ സ്പേസ്, വേസ്റ്റ് ഉണ്ടാക്കുന്നത്
കുറയ്ക്കുക, ജനറേറ്റ് ലെസ് വേസ്റ്റ് കുറയ്ക്കുക, ആൻഡ് പ്രൊവൈഡ് ഹെൽത്തിയർ സ്പേസ് ഉണ്ടാക്കി മാറ്റുക. അങ്ങനെ ഒരു എന്നുള്ളതാണ് ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ 3 കാര്യങ്ങൾ, വി ഹാവ് ടു മെയിൻറ്റെയിൻ 3 things. One is retain the external environment at the location of the building. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണോ വാട്ടെവർ ഇറ്റ് മേ ബി കൺസ്ട്രക്ഷൻ, വി ഹാവ് ടു പ്രൊട്ടക്ട് ദി external environment around the building. ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നിർമ്മാണമായിട്ട് തന്നെ അതിൻ്റെ 4 ചുറ്റുമുള്ള എന്താണ് പ്രകൃതിയായിട്ട് തന്നെ വേണം. മരങ്ങളായിട്ടും പുഴകളുണ്ടെങ്കിൽ പുഴകളും തടാകങ്ങളും അതിൻ്റെ ഒഴുക്കും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ അതിൻ്റെ ഡയറക്ഷനൊന്നും മാറ്റാൻ പാടില്ല. മരങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. അരുവികൾ സംരക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിതിനെ ആവശ്യം. രണ്ടാമത് പറയുന്നത് ഇന്റേണൽ എൻവിറോൺമെൻറ്റ് ഫോർ ദി ഇൻഹാബിറ്റൻറ്റ്. ഇന്റേണൽ എൻവിറോൺമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് അതിന് വേറെ ചില മെത്തേഡുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് വെന്റിലേഷന്, ലൈറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് അകത്തുള്ള നമ്മുടെ വീടിനകത്ത് അല്ലെങ്കിൽ എവിടെയാണ് ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ എവിടെയാണ് മനുഷ്യൻ വസിക്കുന്നത് അതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മൂന്നെന്ന് പറഞ്ഞാൽ പ്രിസർവ് ദി എൻവിറോൺമെൻറ്റ് അറ്റ് പ്ലേസ് ഫാർ അവേ ഫ്രം ദി ബിൽഡിംഗ്. അതുപോലെ നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഫാർ അവേ ഫ്രം ദി ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. കാര്യം അവിടെയുള്ള ദൂരെയുള്ള ഏതെങ്കിലും അവിടെ പാറ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ വൈറ്റ് ഉണ്ടാകുന്ന അതിൻ്റെ ചില പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാൻ പറ്റും. ചില വെള്ളത്തിൽ എന്തെങ്കിലും ഒഴുകി പോകുന്ന നദികളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ലിക്വിഡായാലും സോളിഡായാലും ഏത് രീതിയിൽ കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കണ്ടാമിനേഷൻ കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ വൈറ്റ് നമ്മൾ അടുത്ത പോകുന്ന പുഴകളിലോ നമ്മൾ വെള്ളം എടുക്കുന്ന കിണറുകളിലൊക്കെ ഇത് സംഭവിക്കാം. അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതിൻ്റെ അറൗണ്ട് ദി ബിൽഡിംഗ് അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, റീറ്റെയിൻ ചെയ്യണം. പിന്നെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ്. പിന്നെ പറയുന്നത് പ്രിസർവ് ദി എൻവിറോൺമെൻറ്റ് അറ്റ് ദ പ്ലേസ് ഫാർ അവേ ഫ്രം ദി ബിൽഡിംഗ്. ഇതാണ് ഇതിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറയുന്നത് ബേസിക് കൺസെപ്റ്റ്. ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബേസിക് കൺസെപ്റ്റ് ഓഫ് ഗ്രീൻ ബിൽഡിംഗ് ടു മിനിമൈസ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്നുവെച്ചാൽ കാർബൺ എമിഷൻ എന്ന് പറഞ്ഞതാണ് ടു മിനിമൈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഏത് വർക്ക് ചെയ്താലും വിച്ച് ആൻഡ് എവരി ദർ ഇസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഓർ in liquid form or in gas or in solid form. They produce carbon dioxide. We have to reduce carbon dioxide emission also. For that purpose, we have to minimum quantity of material, use minimum quantity of material and reuse or recycle. For reduce the carbon emission, we have to reuse or recycle the material and minimum quantity material. മിനിമം ക്വാണ്ടിറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ എല്ലാ കാര്യങ്ങളും അതാണ്. എടുക്കുന്ന സാധനങ്ങൾ, പ്രോഡക്റ്റുകൾ വാങ്ങുന്നതായാലും നമ്മൾ കൺസ്യൂം ചെയ്യുന്നതായാലും കഴിക്കുന്ന ആഹാരം വരെ നമ്മളെ ഒരാളിന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കുന്നു, വേസ്റ്റാകുന്നു. ഇതെല്ലാം വേസ്റ്റാകുന്നു. അതിൻ്റെ ആഫ്റ്റർഎഫക്റ്റുകളെല്ലാം നമ്മൾ തന്നെ അനുഭവിക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാസുകൾ ഇതെല്ലാം ഉണ്ടാകുന്നു. അതിൻ്റെ അഴുക്ക് മോശമായ ചില അന്തരീക്ഷങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഒന്ന് അതിൽ പ്രധാനമായിട്ടുള്ളത് റീയൂസബിൾ ആയിരിക്കണം. റീയൂസബിൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. എനർജി എഫിഷ്യൻ്റ് ആയിരിക്കണം. അതിന് ഉപയോഗിക്കുന്ന എനർജി അല്ലെങ്കിൽ കിട്ടുന്ന എനർജി ഏറ്റവും കൂടുതലായിരിക്കണം. അതിൻ്റെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. സസ്റ്റൈനബിൾ ആയിരിക്കണം. എന്നുവെച്ചാൽ ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതായിരിക്കണം. എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇതെല്ലാം അതിലുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയുന്നത് വാട്ട് ആർ ദി മെറ്റീരിയൽസ് വി ക്യാൻ യൂസ് ഫോർ ദി ഗ്രീൻ ബിൽഡിംഗ്. ഗ്രീൻ ബിൽഡിങ്ങിന് അത് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി ഏതെല്ലാം മെറ്റീരിയൽ ഉപയോഗിക്കാനാണ്. ഇതൊക്കെ ഏകദേശം പ്രകൃതി ആയിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷനായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. ഒരു റിയാക്ഷൻ എയറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് പിന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്ന രീതിയിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രോഡക്റ്റുകളും വേണം. അത് എർത്തൻ മെറ്റീരിയൽസ് എന്ന് പറയും. എർത്തൻ മെറ്റീരിയൽ മണ്ണിനെ തന്നെ നമ്മൾ പല രീതിയിൽ അതിനെ പരുവപ്പെടുത്തിയെടുക്കുക എന്ന് പറയും. കുഴച്ച് അല്ലെങ്കിൽ അതിൻ്റെ അഡോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണുകൊണ്ട് തന്നെ ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ചെറിയ വീടുകൾ പോലെയൊക്കെ
മണ്ണുകൊണ്ടുള്ള ചില കുടീരങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ എഞ്ചിനീയർഡ് വുഡ് എന്ന് പറയും. നമുക്ക് വുഡിനെ തന്നെ ചില പ്രോസസ്സുകൾ ചെയ്തിട്ട് നമ്മൾ എഞ്ചിനീയർഡ് വുഡ് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ വേറെ അതിന് കേടുപാടുകളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. സ്ട്രക്ചറൽ ഇൻസുലേറ്റഡ് പാനൽസ്, സ്ട്രക്ചറൽ വല്ല പ്ലേറ്റുകളും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമ്മൾ ചില ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ ബിൽറ്റപ്പ് ചെയ്ത് ഒരേ കണക്കാക്കിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇൻസുലേറ്റഡ് കോൺക്രീറ്റ് ഫോംസ്, കോൺക്രീറ്റിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇൻസുലേഷൻ വേണ്ടി ചില ഗ്യാപ്പുകളെ കൊടുത്തിട്ട് ചില മെറ്റീരിയലൊക്കെ ഫില്ല് ചെയ്തിട്ട് ഉപയോഗിക്കുക. കോൾഡ് വുഡ്, കോൾഡ് വുഡ് എന്ന് പറഞ്ഞാൽ വുഡിൻ്റെ ചില വേസ്റ്റ് അല്ലെങ്കിൽ വുഡ് തന്നെ നമുക്ക് ആരെങ്കിലും ഒരു ട്രീ വീട് കഴിഞ്ഞാൽ വേണ്ടാത്ത ചില പാർട്സുകളൊക്കെ നമ്മളിങ്ങനെ ആ റൗണ്ട് ആ ഷേപ്പിൽ തന്നെ തടി കിടക്കുന്ന ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വേണമെങ്കിൽ വി ക്യാൻ കൺസ്ട്രക്ട് കോമ്പൗണ്ട് വാൾ ഓർ എനിത്തിങ്. അതിൽ നമുക്ക് അതിൽ മോട്ടാർ ഉപയോഗിക്കാം. അപ്പോൾ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ ഷേപ്പും കിട്ടുന്നു. ഈ വേസ്റ്റായ തടിയെ നമുക്ക് വീണ്ടും ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതിനെ കോമ്പൗണ്ട് വാളാക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപത്തിലാക്കി മാറ്റാം. ഇതിനെ റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അതിനെ നശിപ്പിച്ച് കളയുകയോ തീ കത്തിച്ച് കളയുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ പോളിയെത്തലീൻ, പിന്നെ സെല്ലുലോസ്, നാച്ചുറൽ ഫൈബർ, ഫൈബർ ഗ്ലാസ്, ടിമ്പർ ക്രീറ്റ്, സ്ട്രാ ബെയിൽ, ഫെറോ റോക്ക്, സ്റ്റോൺ, ഫൈബർ സിമന്റ്. ഇതെല്ലാം ഗ്രീൻ ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ചില മെറ്റീരിയലാണ്. ഇനി നമ്മൾ പ്രതിപാദിക്കുന്നത് ഇതിനെ ഗ്രീൻ ബിൽഡിങ്ങിൽ എനർജി ഇതെല്ലാം കേട്ടോ വാട്ടറുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും. കണക്റ്റഡ് വിത്ത് ദി വാട്ടർ മാനേജ്മെന്റ്, എനർജി ആൻഡ് വാട്ടർ മാനേജ്മെന്റ്. ഹൗ വി ക്യാൻ സേവ് ദി മെറ്റീരിയൽ ഓർ ദി save energy or the material or the process time or the service time, etc. Optimization of energy and water consumption. Optimization of energy and water consumption. വെള്ളം എത്രയുണ്ടോ അതിൻ്റെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. എനർജി ഉണ്ടോ അത് മാക്സിമം ഉപയോഗിക്കുക. അതൊന്നും പോലും നമ്മൾ വെറുതെ വേസ്റ്റായി കളയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ഒപ്റ്റിമൈസേഷൻ ഓഫ് എനർജി ആൻഡ് വാട്ടർ ഈസ് എ കീ ഫാക്ടർ ഓഫ് green building. Is a key factor in green building. Now we can use another മറ്റു ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ഇതിങ്ങനെ വേസ്റ്റ് ചെയ്യുക. എഫിഷ്യൻറ്റ് മെഷേഴ്സ് അഡോപ്റ്റഡ് ഇൻ റെഡ്യൂസിങ് ദി യൂസ് ഓഫ് റിസോഴ്സസ്. ചില ഇപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ റിസോഴ്സുകളൊക്കെ എങ്ങനെ നമുക്ക് കുറച്ചിട്ട് ഇതിനെ ഗ്രീൻ ബിൽഡിങ്ങിൽ കൺസ്ട്രക്ട് ചെയ്യാം, എങ്ങനെ ഏതെല്ലാം രീതിയിൽ കുറയ്ക്കാം എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. നമുക്കറിയാം സോളാർ എനർജി എന്ന് വെച്ചാൽ ഒരു വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സോളാർ പാനലിൽ നിന്ന് അത് അതിൻ്റെ പ്രത്യേക രൂപത്തിൽ നമ്മൾ എവിടെ വേണോ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ സോളാർ വരുന്ന സ്ഥലത്ത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് പാനലാണ്. പാനലിൽ നിന്ന് വേറെ രീതിയിൽ കൺവെർട്ട് ചെയ്താണ് നമ്മളത് ഉപയോഗിക്കുന്നത്. സൺലൈറ്റ് റെസ്ട്രിക്റ്റഡ്, സൺലൈറ്റ് ആവശ്യമുള്ള രീതിയിൽ ഇൻഷേഡിൽ നമുക്ക് ബിൽഡിങ്ങിലോട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ പല രീതിയിൽ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. നാച്ചുറൽ ലൈറ്റ് ആൻഡ് അലോവേറ്റ്. നാച്ചുറൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ആ ലൈറ്റുകൾ നാച്ചുറൽ ലൈറ്റ് അലോ ടു എൻ്റർ ദി ബിൽഡിംഗ്. അത് നമ്മൾ ചില ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ ചില രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. വിൻഡോ ഉണ്ട്, ചില ടൈപ്പ് ഡോറുകളുണ്ട്. അത് നമ്മൾ ചില സ്ലൈറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയോ ചില അറേഞ്ച്മെൻറ്റ് ചെയ്താൽ ആവശ്യമുള്ള ലൈറ്റ് മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഹൈ എഫിഷ്യൻസി ലൈറ്റ് ഫിക്ചേഴ്സ് ലൈക്ക് LED. നവഡേയ്സ് വി ആർ യൂസിങ് LED ഇൻസ്റ്റെഡ് ഓഫ് ദി ഓൾഡൻ ബൾബ് എക്സെട്ര, ട്യൂബ് ലൈറ്റ്. LED അതിൻ്റെ എഫിഷ്യൻസി കൂടുതലാണ്, അതിനെ കൺസ്യൂം ചെയ്യുന്ന കറണ്ട് അതിന് കുറവാണ്. അപ്പോൾ നമുക്ക് നല്ല ലൈറ്റ് കിട്ടുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ കുറവാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് ഹൈ എഫിഷ്യൻസി വിൻഡോ വാൾ ഇൻസുലേഷൻസ് ആണ്. വിൻഡോ വാൾ ഇൻസുലേഷൻ, വാൾ ഇൻസുലേഷൻസ് ചില പ്രത്യേക രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹീറ്റ് പാസ് ചെയ്യുന്നത് മറ്റു പാസ് ചെയ്യുന്നതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു രീതിയുണ്ട്. The HVAC, heat ventilation and air conditioning system must have correct design and distribution. Heat, ventilation and air conditioning system to keep good design and distribution. It's an important one. Nowadays we are using these things after the construction of house. വീട് വച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ചൂട് കൂടുകയോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഇതിനെ പിന്നെയാണ് നമ്മൾ AC ഫിറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡക്റ്റ് ഇടുന്നതും കാര്യങ്ങളൊക്കെ. അത് ഇതുമായിട്ട് ആ എഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ ഡിസൈൻ ചെയ്യണം. വൈൽ ഡൂയിങ് അവർ ഡിസൈൻ യു ഹാവ് ടു ഡിസൈഡ്
how we can use and where we want to use the AC or anything if you want. Allowing individuals to control heating and cooling their living space. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരാണോ ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത് അവർക്ക് തന്നെ അല്ലാതെ ഇതിൽ സെൻട്രലൈസ്ഡ് അല്ലാതെ അവർക്ക് തന്നെ ആ റൂമിൽ ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കഴിവ് വേണം. പിന്നെ ഇൻസുലേഷനെ കുറിച്ച് ന്യൂ ഇന്നോവേഷൻസ്. ഇൻസുലേഷൻ ക്യാൻ റെഡ്യൂസ് ദി എനർജി വാട്ടർ മാനേജ്മെന്റ് ഗ്രീൻ ബിൽഡിംഗ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് സഹായിക്കും. ഗ്രീൻ ബിൽഡിംഗ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡിസൈനിലും ലേഔട്ടിലും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഗ്രീൻ ബിൽഡിംഗ് ചെയ്യാൻ. ഏതെല്ലാം രീതിയിലുള്ള നാച്ചുറൽ ലൈറ്റ് അല്ലെങ്കിൽ വെന്റിലേഷൻ അല്ലെങ്കിൽ എയർ ഫ്ലോ അല്ലെങ്കിൽ ബ്രീസ് ഇത് എവിടെ കിട്ടും, ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് അറിയണം. അതുപോലെ തന്നെ കീപ് ദി നാച്ചുറൽ സ്ട്രീംസ്. അരുവികളോ പുഴകളോ എന്തെങ്കിലും തടാകങ്ങളോ നീർച്ചാലുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വാട്ടർ ഷെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മഴക്കുഴികളൊക്കെ എടുക്കുക. അവിടെ മഴവെള്ളം അതിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് വെല്ല് കിണറുകളോ മറ്റൊന്നുണ്ടെങ്കിൽ അതെല്ലാം ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ വി ക്യാൻ ഇൻക്രീസ് വാട്ടർ ടേബിൾ ആൾസോ. വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരംശം എത്ര ഉയർന്നു വഴിയുണ്ട്. അതെല്ലാം ഈ രീതിയിൽ ചെയ്താലേ അത് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ യൂട്ടിലൈസേഷൻ സർവീസ് ഓഫ് ബിൽഡിംഗ്. ഒന്നുകിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ റീചാർജ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മളൊരു ടാങ്കിലൊക്കെ കീപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് അതിനെ റീയൂസ് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ പറയുന്നത്. പിന്നെ വാട്ടർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റീയൂസ് ദി വാട്ടർ, റെഡ്യൂസിങ് ദി യൂസേജ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. reducing the usage of water and minimizing the waste of water. വേസ്റ്റ് ആയി പോകുന്നതിന് എത്രയും പെട്ടെന്ന് കുറയ്ക്കുക എന്നാണ് അടുത്ത് പറയുന്നത്. Also now we can discuss about the conventional building and green building, how it's work. We can discuss with the figure. This is the conventional building. Conventional building means we are living in this type of ordinary building or green building. How we are using the water. Potable water means the drinking water and rain water. There are two types of water there. In this potable water we are using for drinking other purpose. Rain water is from rain. How we are using conventional way. This is the input portion. Here it is output. Here output is in this way. One is this potable water is converted into grey water. Grey water, black water, and runoff. Here we are using potable water. Water is for drinking purpose, and there is no contamination in the potable water. Rainwater also is good for using, and some contamination is there. Anyway, we are using in conventional building, and the output is grey water, black water, runoff. What is grey water? What is black water? What is runoff? Runoff is nothing but
the rainwater is going or using or not using, and it is directly to the ground. It is a runoff. We can count as runoff. It is going outside. No use. Grey water and black. What is grey water and what is black water? Black water is nothing but the mixture of urine and effluent. This black water is nothing but the mixture of urine, fences, flesh, mortar, or cleansing materials. This is we can as called as black water. What is grey water? Grey water is nothing but it is different from black water, and water coming from domestic equipment. Sink, washing machine, etc. In conventional building, potable water is turned into black water and grey water. In conventional building, potable water is converted into grey water and black water. Same time, in green building, this is conventional one. Now we can draw another. ഇത് ഗ്രീൻ ബിൽഡിങ്ങിനാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് കൺവെൻഷണൽ ബിൽഡിംഗ്. ഗ്രീൻ ബിൽഡിങ്ങിൽ നമ്മൾ വാട്ടർ വാട്ടറാണ് നമ്മൾ കൺസ്യൂം ചെയ്ത് ഉപയോഗിക്കുന്നത്. അതിന് പിന്നെ ബ്ലാക്ക് വാട്ടറും റൺ ഓഫ് ആയിട്ട് പോകും. വാട്ടർ വാട്ടർ തന്നെ റൺ ഓഫ് ഉണ്ട്, അത് റൺ ആകും. ഈ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്നത് തിരിച്ച് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉപയോഗിക്കുകയാണ്. വാട്ടർ ബ്ലാക്ക് വാട്ടർ എന്ന് നേരത്തെ അവിടെ പറഞ്ഞ ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ യൂറിൻ കണക്ട് ചെയ്തിട്ടാണ്. ആ ബ്ലാക്ക് വാട്ടർ തന്നെ നമ്മൾ ഒരു പ്രോസസ്സ് നടത്തിയിട്ട് വീണ്ടും ഗ്രേ വാട്ടറായിട്ട് മാറ്റും. ഒരു പ്രോസസ്സാണ്. And grey water വീണ്ടും after some purification we can use for gardening or use for equipments like washing machines or anything, or another treatment we can use as potable for drinking water also. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. The difference between
green building and conventional building. Now we can discuss about the other aspect of water management in green building. The other aspect of water management in green. ഇനി വരുന്ന നമ്മുടെ ഗ്രീൻ ബിൽഡിംഗായിട്ട് ബന്ധപ്പെട്ട് വേറെ മറ്റു ചില കാര്യങ്ങൾ ഇതുമായിട്ട് കൂട്ടുകയാണെങ്കിൽ ഞാൻ പറയാനാണ്. ഇപ്പം നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. രണ്ട് പ്ലംബിംഗ് അറേഞ്ച്മെന്റ് ആണ്. മൂന്ന് consuming flush. 4 water trough controlled by sensor. 5 grey water treatment. 6 water efficient toilet, means water ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 8 vacuum toilet, we are using in aeroplane or nowadays in officials, government officials building, we are introducing the vacuum toilet. Waterless toilet also nowadays we are using, only using depicts. Water efficient urinals also used. These are the other aspect of water management in grey building. These are all connected with the efficient use of water. Now we can conceptual, what are the conceptual drawings of green building. Green building, ഇപ്പോൾ ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ ശരിക്കുള്ള കോൺസെപ്റ്റ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു ഡ്രോയിങ്ങിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. എന്താണ് പോയിന്റ്? We can use rainwater harvesting. Solar panel. 3 biogas. 4 rooftop landing. 5 natural light or radiation. Light, controlled by sensor. High efficiency, light fixtures. Tree plantation. This is
ഇസ് ന്യൂ കോൺസെപ്റ്റ്. ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്. നമ്മളിപ്പം മെറ്റീരിയൽസിൻ്റെ അഭാവം, റിസോഴ്സിൻ്റെ സ്കേഴ്സിറ്റി വന്നപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നോ വേസ്റ്റ്, സീറോ വേസ്റ്റാണ്. നോ എനർജി, വേറെ ഇതിന് പ്രത്യേക എനർജി എന്നല്ല. ഫോർ ഇലക്ട്രിസിറ്റി വി ക്യാൻ ഹാവ് ഫ്രം ദി സോളാർ പാനൽ. For water supply, for water we can collect from rainwater harvesting. For cooking purpose or other purpose we can from biogas, from the waste what we have created in our house. And planting or vegetation we have a rooftop planting or vegetables or other things. And light and ventilation, we have natural light and ventilation. And for shadow, for breeze, for making cool, we can plant tree near the house. Next one, the light controlled sensor. Light controlled sensor we have. Light controlled sensor means ഒരാൾ ഒരു റൂമിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലൈറ്റ് ഓൺ ആവും. സപ്പോസ് നമ്മളിങ്ങനെ കൈ വെട്ടി 2 തവണ കൈ വെട്ടിയാൽ ലൈറ്റ് കത്തും, 1 തവണ കൈ വെട്ടിയാൽ ലൈറ്റാണ്. അപ്പം നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇടാൻ മറന്നു എന്നൊന്നും വേണ്ട, അപ്പോൾ തന്നെ ഓൺ ആവും. അല്ല, അങ്ങനെയുണ്ട്. പിന്നെ ഹൈ എഫിഷ്യൻസി ലൈറ്റ് ഫിക്ചേഴ്സ്, LED പോലെയുള്ള നമുക്ക് ചൂട് കുറയ്ക്കത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാച്ച് ഉപയോഗിച്ചാൽ നമുക്കൊരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. These are the factors and these are the things we have to follow in our life also in coming years for our future. നമ്മുടെ ഭാവിക്ക് വേണ്ടി, ഇനി വരാൻ പോകുന്ന ഭാവിക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്താൽ, ഇതിനൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല നാളെ സൃഷ്ടിക്കാൻ പറ്റൂ. പറഞ്ഞുകൊണ്ട് താങ്ക് യു.